Hello, Makale. Welcome to 90 Plus India's first animated live feed. Yes. Good evening. Good evening. Good evening. Good evening. Hello. Hi. 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 എവിടെ എല്ലാവരും എവിടെ സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ സുഖാണെന്ന് നോക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? മീശ ഏതാണ് മീശ? മീശ മതിയായിരുന്നു. വേറെ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? എനിക്ക് മീശയില്ലാത്ത രസമായിട്ട് തോന്നി. സുഖം, എനിക്ക് സുഖം, എനിക്ക് സുഖം, എനിക്ക് സുഖം, എനിക്ക് പരമസുഖം. വൈഗ, ആരതി, സെൽവകുമാർ, എയ്ഡൻ, ഷിബിലി, ഒരുപാട് പേര് പുതിയതായിട്ടുള്ള പോലെ തോന്നുന്നു. ഉണ്ടല്ലോ ഇല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് പുതുതായിട്ടുണ്ടല്ലോ. ഈശ ഇല്ലേ? പുതുതായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. ആ, എയ്ഡൻ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പുതുതായിട്ടുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. ആരൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്? ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഇഷ അവിടെ ഹാൻഡ് റൈസിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞത്. യെസ്, ഷിബിലി. ഒരുപാട് പേര് പുതിയതുണ്ടല്ലോ. ഈശ്വര, എന്താ നോക്കി കാണുന്നേ? സെറ്റ്. ഓക്കെ, പുതിയതായിട്ട് വന്നവർക്കും പഴയവർക്കും എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാൻ എല്ലാവർക്കും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. യെസ്. ഓക്കെ, ഷാഹിദെ എന്താടാ നീ മിണ്ടരുത്. നീ മിണ്ടരുത്. നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ക്ലാസ്സിലാണ്? നമ്മുടെ സ്നേഹമിസിന്റെ ക്ലാസ്സിൽ എന്നെ കയറി കോഴിന്ന് വിളിച്ചവനാണ് നീ. എനിക്ക് എവിടെ കണ്ടിട്ട് എന്നെ കോഴിന്ന് വിളിച്ചു? എനിക്ക് പപ്പം കൂടി ഉണ്ടോ? നീ എന്ത് കണ്ടാ എന്നെ കോഴിന്ന് വിളിച്ചത്? എനിക്ക് കോഴി ഫാം ഉണ്ടോ സ്വന്തമായിട്ട്? നിന്നെ പിടിക്കണം എന്ന് ആലോചിച്ചിരിക്കാറുണ്ട്. ഫ്രണ്ട്സിലെ ജയറാമിന്റെ പോലെ ഉണ്ട്. താങ്ക്സ്. ഓക്കെ, മതി. എന്നെ ട്രോൾ ചെയ്ത് മതി. ജോല വേണ്ട നീ. ഓക്കെ, ട്രോളുമാർക്ക് കിട്ടും എന്ത് പറയാ, എല്ലാവന്മാരുടെ ചോദ്യം ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് ഞാൻ. ഓക്കെ, ഗുഡ് ഈവനിങ്. സുഖം തന്നെ എല്ലാവർക്കും. സെറ്റ്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ഓഫ് ചെയ്തിരിക്കല്ലേ. പുതുതായിട്ട് വന്നവരും പഴയവരും എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. നിർബന്ധമായിട്ടും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ എഴുതുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറയണേ. ഓക്കെ, ഞാൻ മാത്രമല്ല, ടീച്ചേഴ്സും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ആരും ഞാൻ താഴോട്ട് നോക്കുമ്പോൾ സാറ് നോക്കുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഞാൻ ഇനി മുതൽ ആരോടും തമാശ പറയൽ നിർത്തി. നീ തമാശ പറയുന്നേ ചേട്ടാ, അത് മനസ്സിലാക്കാൻ പറ്റണ്ടേ? നീ തമാശ പറഞ്ഞോണ്ട് ഞാൻ എഴുതിയ ചേർത്തിലൊക്കെ ബാലറിഞ്ഞിൽ കൊടുത്തിടാം. ഓക്കെ. അപ്പോ പുതിയതായിട്ട് വന്നവരോട് നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നല്ല വെടുപ്പായിട്ട് പഠിച്ചു തീർന്നു. ദെൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പകുതി വരെ നമ്മൾ ഓടിച്ചെത്തി. ദെൻ ഇനി ഏകദേശം ഒരു 3 ക്ലാസ് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ക്ലാസ്സസ് മിസ്സായി പോയിട്ടുണ്ടാകും. ഏകദേശം ഒരു 4 or 5 ക്ലാസ്സുകൾ മിസ്സായിട്ട് പോയിട്ടുണ്ടാകും. മിസ്സായി പോയ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് വാങ്ങി കാണാൻ പറ്റുമെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്. ഇനി ആ ക്ലാസ്സസ് മിസ്സായി പോയി, എനിക്ക് ആ ക്ലാസ്സിന് ഒരിക്കലും കിട്ടില്ല എന്നൊന്നും ചിന്ത വേണ്ട. നമുക്ക് ഇവിടെ ലിങ്ക് ഉണ്ട്, എല്ലാത്തിൻ്റെയും റെക്കോർഡഡ് ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വാങ്ങി കാണാം. ദെൻ ഇനി നമ്മളെപ്പോഴും ഈ ഒരു ചാപ്റ്ററിന്റെ റിവിഷൻ എന്നും പോകുന്ന പോലെ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ 10 കുട്ടികൾ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ +1 ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം എന്താണ് അവർ പറയുന്നത്. എപ്പോഴും നമ്മൾ റിവിഷൻ ടൈമിൽ മാരത്തൺ ക്ലാസ്സും ദെൻ റിവിഷൻ ക്ലാസ്സസും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് റിവിഷൻ എന്തായാലും നമ്മൾ പോകുന്നുണ്ടാകും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഫോർത്ത് ചാപ്റ്ററും എല്ലാ ചാപ്റ്റേഴ്സും ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി തീർക്കും. ഓക്കെ, ദെൻ ഈ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിവിഷൻ ടൈമിൽ ചെയ്ത് തീർക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ നമുക്കറിയാം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഒരു 5-6 ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. 5-6 ടോപ്പിക്സിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടാം. അതായത് ഒരു 1000കണക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ
നമ്മൾ ചെയ്യുന്നത് 1000 കണക്കിന് 1000 പ്രോബ്ലംസ് ചെയ്ത് തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത് തീരില്ല. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ആണ്. ഓരോ ടോപ്പിക്കിൽ നിന്നും അതിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് പഠിപ്പിച്ചു പോകും. ദെൻ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തീർക്കും. ദെൻ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കിട്ടും. പഠിക്കാതെ ഒരു ടോപ്പിക്ക് വായിച്ചു നോക്കി സാർ എടുത്തു എനിക്കത് കിട്ടും എന്ന് പറയാനായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടായില്ല. നിങ്ങൾ പഠിക്കുക കൂടി ചെയ്യണം, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ +1 കാര്യം എന്ന് പറയാനായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, പുതിയ കുട്ടികളോടാണ് പറയുന്നത്. 10ലെ പോലെയല്ല, +1 നല്ല വ്യത്യാസമുണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങിയവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് കിളികൾ പറഞ്ഞിട്ടുണ്ടാകും. പറഞ്ഞ കിളികളൊന്നും തിരിച്ചു വന്നിട്ടുണ്ടാകില്ല. തിരിച്ചു വരാൻ സമയമെടുക്കും. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ഓരോ കിളികളും ഇങ്ങനെ വിളിച്ച് വരുത്താം. ഓക്കെ, യെസ്. ഹൗ മെനി ലെസൺസ്? ആകെ ഒരു 3 ചാപ്റ്റർ ഉണ്ടാകുള്ളൂ. അടുത്ത ചാപ്റ്റർ കൂടി ഉണ്ടാവുള്ളൂ ഓണം എക്സാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഓണം എക്സാം ഉണ്ടാക്കാൻ സാധ്യതയില്ല, പക്ഷെ സ്കൂളുകാർ ഒരു എക്സാം ആയിട്ട് നടത്താൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, വിളിച്ചാൽ വരുമോ? വിളിച്ചിട്ട് വന്നവരുണ്ടടാ. അതിന് നിങ്ങൾ കൂടെ ശ്രമിക്കണം. ഞാൻ മാത്രം ആടി വിളിച്ചാൽ പോരാ, നിങ്ങളും കൂടി ആടി വിളിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നേ? മുടി വെട്ടിയല്ലേ? അതെ, മുടിയും വെട്ടി, താടിയും പഠിച്ചു, മീശയും വെട്ടി കളഞ്ഞു, ഒക്കെ കളഞ്ഞു. ഒന്നും വേണ്ട. മുടി വെട്ടുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ടായി. ബാർബർക്ക് അത്ര വലിയ പണി ഉണ്ടായില്ല, എളുപ്പമായിരുന്നു. ആളിങ്ങനെ ഓരോന്നിട്ട് പറിച്ച് കളയുക ചെയ്യുന്നത്. യെസ്, എവിടെയായിരുന്നു നമ്മളപ്പോൾ എടുത്ത് നിർത്തിയായിരുന്നേ? എവിടെയായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ് എവിടെയായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നത്? ഉണ്ടായി. ആവറേജ് വെലോസിറ്റി, ടൈപ്സ് ഓഫ് മോഷൻ അല്ലേ? ടൈപ്സ് ഓഫ് മോഷൻ ആയിരുന്നു കിട്ടായിരുന്നു ജോയില അല്ലേ? ടൈപ്സ് ഓഫ് മോഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നു. ഓക്കെ, അത് മുതലേ വീണ്ടും തുടങ്ങും. ഓക്കെ, നമ്മുടെ ടൈപ്സ് ഓഫ് മോഷൻ തൊട്ട് ഞാൻ വീണ്ടും തുടങ്ങുന്നു. മോഷൻ ആൻഡ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 1 ഡയമെൻഷണൽ മോഷൻ മാത്രമാണ്. ഓക്കെ, മോഷൻ ആൻഡ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 1 ഡയമെൻഷണൽ മോഷനെ പറ്റി മാത്രമാണ്. ബാക്കി രണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 3rd ചാപ്റ്ററിലും 4th ചാപ്റ്ററിലൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. എങ്കിൽ കൂടെ നമ്മൾ ഒന്നും കൂടെ നോക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് മിസ്സായവർ വിഷമിക്കേണ്ട, ആദ്യം ബോധ്യം തുടങ്ങുന്നതായിട്ട് കണക്കാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ തുടങ്ങുന്നു, അധികം സമയം വൈകിക്കുന്നില്ല. എന്താണ് പറഞ്ഞു വന്നത്? 1 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, മോഷൻ ഇൻ 1 ഡയമെൻഷൻ. നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ അറിയാം? 1D, 2D, 3D. 3D സിനിമകളൊക്കെ കാണുന്നവരില്ലേ? ഇല്ലേ, നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, സ്പൈഡർമാൻ ഒക്കെ 3D സിനിമകളൊക്കെ ഒരുപാട് പേര് പോയി കണ്ടിട്ടുണ്ടാകും ഇല്ലേ? 3D സിനിമകൾ. ദെൻ അതേപോലെ തന്നെ എന്താണ് 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ? ഓക്കെ, 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ ആക്സിസേ ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്, ദെൻ സെഡ് ആക്സിസ് ഉണ്ട്. 3 ആക്സിസുകൾ ഉണ്ട് ഇല്ലേ? ഓൾറെഡി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആക്സിസ് കോർഡിനേറ്റ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് എല്ലാവരും പഠിച്ചിട്ടുള്ളവരാ അല്ലേ? അപ്പോൾ 3 ആക്സിസുകൾ ഉണ്ട്. അതിലെ ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രമേ ഒരു ബോഡി മൂവ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സ് ആക്സിസിൽ മാത്രമാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 1 ഡയമെൻഷൻ ആണ്. ഇനി വൈ ആക്സിസിൽ മാത്രമാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മുകളിലോട്ട് മാത്രമാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാം 1 ഡയമെൻഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ സെഡിലോട്ട് മാത്രമാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് 1 ഡയമെൻഷൻ തന്നെയാണ്. ഓക്കെ, അതായത് 1 ഡയമെൻഷണൽ മോഷൻ ഈസ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനെ പറയുന്നതാണ് 1 ഡയമെൻഷണൽ. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് മൂവ് ചെയ്തോ, ഓക്കെ, ഇപ്പോൾ ഒരു ബോൾ ഒരു സ്ട്രെയിറ്റിലോട്ട് ഇങ്ങനെ ഉരുട്ടി വിട്ടു, ഒരു ഫുട്ബോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഉരുട്ടി വിട്ടു, അതെന്താണ്? 1 ഡയമെൻഷണൽ മോഷൻ ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് നീങ്ങിയോ അതൊക്കെ 1 ഡയമെൻഷണൽ ആണ്. 1 ഡയമെൻഷന്റെ മറ്റൊരു പേര് പറയുന്നതാണ് റെക്റ്റിലീനിയർ മോഷൻ. ഓക്കെ, ഒരു കാർ സ്ട്രെയിറ്റ് ആയിട്ട് റോഡിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? 1 ഡയമെൻഷൻ ആണ്. ഒരു കുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് റോഡിലൂടെ ഓടാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? 1 ഡയമെൻഷൻ ആണ്. ഓക്കെ, ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം സഞ്ചരിക്കുന്നതിന് പറയുന്നതാണ് 1 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എന്താണെന്നുള്ളത് എഴുതിത്തോളൂ. ഷാഹിദെ എഴുതിർത്തോ? അദ്വൈതേ
എഴുതിയോ? ഞാൻ വിളിക്കുമ്പോഴാണ് ഓരോരുത്തർ എഴുതുന്നത്. ഋതുനന്ദ, നൈല, ഇവരൊക്കെ പുതിയ കുട്ടികളാണല്ലോ. നിങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇല്ല കഴിച്ചിട്ടില്ല, കഴിക്കണം. 9 മണിയാകുമ്പോൾ കഴിക്കണം. എഴുതിയെടുത്ത് കഴിയുമ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ഗ്രീൻ സിഗ്നൽ നിങ്ങൾ തരണം, തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി. എഴുതി കഴിഞ്ഞു എന്ന് സ്വയം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എനിക്ക് കുറച്ച് കബഡി വാങ്ങിത്താ. കബഡി നിരത്തി നോക്കാം നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്നുള്ളത് അറിയാൻ. എഴുതി കഴിഞ്ഞവർ എഴുതി കഴിഞ്ഞു പറഞ്ഞതാ. എല്ലാവരും എഴുതി കഴിഞ്ഞു. ദെൻ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടാൽ മതി. അത് പച്ച കളറിലുള്ള എന്തെങ്കിലും ഒരു ഇമോജി. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ബസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ്. ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു ബസ് മൂവ് ചെയ്യേണ്ട എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്പ് ഓർ ബോൾ ഡ്രോപ്പ് ഫ്രോം എ സർട്ടൈൻ ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഒരു ബോൾ മുകളിലോട്ട് എറിയുമ്പോഴും അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. ഒരു ബോൾ മുകളിൽ നിന്ന് താഴോട്ട് ഇട്ടാലും അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമുക്കത് 1 ഡയമെൻഷണൽ മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ മോഷൻ ഓഫ് ദ ബോൾ ഈസ് 1 ഡയമെൻഷൻ. Then a mass suspended from vertical spring can oscillate along a straight line. ഓക്കെ, അതായത് ഒരു സ്പ്രിങ്ങിൽ എന്തെങ്കിലും കെട്ടി താഴോട്ട് ഇടുമ്പോൾ എന്തായിരിക്കും? അതിങ്ങനെ കിടന്ന് ആടും അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ആടും. അതെന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. താഴോട്ട് വരുന്നു, അതേപോലെ തന്നെ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, എഴുതിയെടുത്തോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന എത്ര വേണമെങ്കിൽ എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന എന്നും 1 ഡയമെൻഷണൽ മോഷനെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഞാൻ പറയുന്നത് തന്നെ, ഞാൻ ഈ 3 തന്നെ എഴുതണം നിർബന്ധം എന്ന് പറയില്ല. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അറിവ് വെച്ച് എന്ത് ഉത്തരം വേണമെങ്കിൽ എഴുതാം. ഓക്കെ, കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു റിയാക്ഷൻ പഠിക്കുകയാണ്. ആ റിയാക്ഷൻ തന്നെ എഴുതണം, എക്സാക്ട് ആ റിയാക്ഷൻ തന്നെ എഴുതണം അല്ലേ. വേറെ എക്സാമ്പിൾസ് ഒന്നും എഴുതാൻ പറ്റില്ല, കാരണം അതൊക്കെ ഫിക്സഡ് ആണ്. ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഇങ്ങനെ വലുതായിട്ട് പരിപാടിയില്ല. എങ്കിലും കൂടെ എന്താ പറയുക, ഒരു വസ്തുവിലോട്ട് മറ്റൊരു വസ്തു ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ കൃത്യം എമൗണ്ടിലായിരിക്കണം. അതിൻ്റെ റിയാക്ഷൻ കറക്റ്റായിട്ട് എക്സാക്റ്റ് അത് തന്നെ നിങ്ങൾ എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ റിയാക്ഷൻ ചിലപ്പോൾ ഡെഡ് ആയിട്ട് പോകും. നമുക്ക് പിന്നീട് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. പക്ഷെ ഫിസിക്സ് അങ്ങനെയല്ല. ഫിസിക്സ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത്ര നോളജ് നിങ്ങൾ അതിനെപ്പറ്റി, ആ ഒരു സബ്ജക്റ്റിനെ പറ്റി മനസ്സിലാക്കി ദെൻ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ഫിസിക്സ് സബ്ജക്റ്റ് ഒട്ടുമിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ കാരണം ഫിസിക്സിൽ ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങളാണുള്ളത്. കൂടുതലും പ്രാക്ടിക്കൽ കാര്യങ്ങളാണുള്ളത്. ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബന്ധപ്പെടുത്തി ഫിസിക്സിനെ പഠിപ്പിക്കാൻ പറ്റും. ഫിസിക്സ് പഠിക്കേണ്ടത് അങ്ങനെയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അതിനെ പഠിക്കേണ്ടതായിട്ടുള്ള രീതിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് എപ്പോഴും എളുപ്പം തന്നെ. ഓക്കെ, എപ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിലെ നടക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. അതെ, കോക്കനട്ട് ഫോളിങ് 1 ഡയമെൻഷൻ ആണ്. മുകളിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ വീഴുന്നേ. അല്ലാതെ കോക്കനട്ട് ഇങ്ങനെ വന്ന് അമ്മാവന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ആന്റിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചല്ലല്ലോ വരുന്നേ അല്ലേ.
ട്രെയിൻ പോകുന്നത് എഴുതാം, സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ചക്ക വീഴുന്നത് എഴുതാം. ഓക്കെ, എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഒരാള് വീണാലോ, അയാൾ വീഴുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ 1 ഡയമെൻഷൻ മോഷൻ ആണ്. വീണ് കഴിഞ്ഞിട്ട് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് 2 ഡയമെൻഷൻ ആയിരിക്കും. സ്വാഭാവികം, അയാൾ ആശുപത്രിയിൽ എത്തിക്കണല്ലോ. യെസ്, എഴുതി കഴിഞ്ഞു. Then 2-dimensional motion. Okay, motion in 2 dimensions. അപ്പോൾ a particle moving along a plane has 2-dimensional motion. ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? 2-dimensional മോഷൻ ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടല്ല. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല, തലങ്ങും വിലങ്ങും ഓടിയിട്ടാണല്ലോ. ഒരു ഗ്രൗണ്ടിൽ, ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് അല്ലേ? കംപ്ലീറ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു കുട്ടി ഇവിടുന്ന് ഓടി തുടങ്ങി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയൊക്കെ, അവൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞൊക്കെ ഓടും അല്ലേ? വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞൊക്കെ ഓടും. അപ്പോൾ അതെന്താണ്? അതെന്ത് മോഷനാണ്? 2-dimensional മോഷൻ ആണ്. 2-dimensional മോഷൻ നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാപ്പോ ആലോചിച്ച് നോക്കിയേ. എയറോപ്ലെയിൻ, എയറോപ്ലെയിൻ 3-dimensional മോഷൻ ആണ്. എന്തൊക്കെ എക്സാമ്പിൾ നമുക്ക് പറയാം? റൈറ്റിംഗ് പറയാം. ഓ, ഫുട്ബോൾ വന്നപ്പോൾ ക്രിക്കറ്റ് ചാടി കയറി പറഞ്ഞതായിരിക്കുമല്ലോ നിങ്ങൾ. ക്യാരം ബോർഡ് പറയാം, ചെസ് ബോർഡ് പറയാം, ഇല്ലേ? ക്യാരം ബോർഡിലൊക്കെ എങ്ങനെയാണ്? ഒരു പ്ലെയിൻ, ഒരു ബോർഡിലാണ് കരുക്കളൊക്കെ ഓടിക്കളിക്കുന്നത് അല്ല. ബില്ലിയാർഡ്സ് പറയാം. ബില്ലിയാർഡ്സ് എന്താണെന്ന് അറിയില്ലായിരിക്കില്ല, ബില്ലിയാർഡ്സ് അറിയണ്ട. ആൻ ഇൻസെക്ട് ക്രോളിംഗ് ഓൺ എ ഗ്ലോബ്. ഒരു ഉറുമ്പ് ഒരു പേപ്പറിൽ എഴയണമെന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഒരു ഗ്ലോബിൽ ഒരു ഇൻസെക്ട് എഴഞ്ഞു നീങ്ങുന്നു. ദെൻ എ പ്ലാനറ്റ് റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ് സ്റ്റാർ. ഓക്കെ, ഒരു പ്ലാനറ്റ് അതിന്റെ സ്റ്റാറിന് ചുറ്റും എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. ദെൻ എ കാരം കോയിൻ റീബൗണ്ടിങ് സ്മൂത്ത്ലി ഫ്രം സൈഡ് ഓഫ് ദ ബൗണ്ട്. ഓക്കെ, ദെൻ എ കാർ മൂവിംഗ് അലോങ് എ സിഗ്സാഗ് പാത്ത് ഓൺ എ ലെവൽ റോഡ്. ഓക്കെ, വാക്കിംഗ് ഓൺ എ ഗ്രൗണ്ട് ഇൻ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്തിനാണ് ഇടയിച്ചിരിക്കുന്നത് അവിടെ ഐശ്വര്യ? വാക്കിംഗ് ഓൺ എ ഗ്രൗണ്ട്. സർക്കുലർ മോഷൻ ആയിട്ടില്ല. ആ, സർക്കുലർ മോഷൻ പറയാം. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് വയ്ക്കുക. ആൽബിൻ ബിജു, ഗുഡ് ഈവനിങ്. നീ ഇപ്പൊ കയറിയുള്ളൂടാ. അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, വലിയൊരു സിഗ്നൽ. ടീച്ചറെ, ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ഇൻഫോം ചെയ്തിട്ട് ഓഫ് ചെയ്തിരിക്കുന്നതാണോ? ദേവപ്രിയ എന്താണ്? കാണിക്കാലോ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ സ്ലൈഡ് എഴുതിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞാൻ അവസാനം ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സ്ലൈഡുകൾ, ഏതൊക്കെ സ്ലൈഡ് മിസ്സായി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സമയം തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ലൈഡിന്റെ നമ്പർ പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ കാണിക്കും ഏതാണ് സ്ലൈഡിന്റെ നമ്പർ എന്ന് ചോദിക്കും, സ്ലൈഡിന്റെ നമ്പർ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതെല്ലാവരുടെ എഴുതി കഴിഞ്ഞല്ലോ.
സെറ്റ് അല്ലേ? ഒരുപാട് പഠിപ്പിച്ചോ? ഇല്ലടാ, കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ടൈപ്സ് ഓഫ് മോഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ തവണ പറഞ്ഞു തന്നെ. ഓക്കെ, ദെൻ ഇത് ദയവായി ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, എഴുതിയെടുത്ത് കഴിയാത്തവർക്ക് ഞാൻ അവസാനം എഴുതിയെടുക്കാൻ ടൈം തരും കേട്ടോ. ദെൻ മോഷൻ ഇൻ 3 dimension. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നേ അറിയാൻ പറയുന്നതിന് മുന്നേ എന്തായിരിക്കും ഇവിടെ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത്? 2 ഡയമെൻഷനിൽ എക്സിലും വൈയിലും ഒരുമിച്ച് സഞ്ചരിക്കും. ഓക്കെ, എക്സിലും വൈയിലും ഒരുമിച്ച് സഞ്ചരിക്കും. ഓക്കെ, ദെൻ 3 dimension. ഓക്കെ, 3 dimension എന്ന് പറയുമ്പോൾ എ പാർട്ടിക്കിൾ ഇൻ സ്പേസ് ഹാസ് 3 dimensional മോഷൻ. ഓക്കെ, അതായത് എന്ത് പറയാ, ഇപ്പോൾ ഒരാൾ മുകളിൽ നിന്ന് ചാടുന്നത് സ്കൈ ഡൈവിംഗ് കൂട്ടാം. ഓക്കെ, സ്കൈ ഡൈവിംഗ് കൂട്ടാം. എന്താണത്? 3 dimension മോഷൻ ആണ്. ഓക്കെ, 3 dimension മോഷൻ ആണ്. മുകളിൽ നിന്ന് ചാടി പറന്നു വരുന്നത്. ദെൻ എന്ത് പറയുക, ഒരു പൂമ്പാറ്റ, ഓക്കെ, ഒരു ചിത്രശലഭം പറക്കുന്നത് എന്താണ്? 3 dimension മോഷൻ ആണ്. ഓക്കെ, ഒരു ചിത്രശലഭം പറക്കുന്നത് 3 dimension മോഷൻ ആണ്. യെസ്, എഴുതി വെച്ചോളൂ. ഇവിടെ എന്തായിരിക്കും? എക്സ് ഉണ്ടാകും, വൈ ഉണ്ടാകും, സെഡ് ഉണ്ടാകും. ഓക്കെ, എക്സ് ഉണ്ടാകും, വൈ ഉണ്ടാകും, സെഡ് ഉണ്ടാകും. 3 ഡയമെൻഷനിലും സഞ്ചരിക്കും. എടാ എയ്ഡൻ, രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പകുതിയായി. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ഇത് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പകുതിയാണ്. ഓക്കെ, എഴുതിയെടുത്ത് കഴിഞ്ഞല്ലോ. നെയിം എന്താണ്? നെയിമിന്റെ കുഴപ്പം കറക്റ്റ് അല്ലേ? അമത് തന്നെയാണോ ഈ ചോദിക്കുന്നത് സാറിന്റെ നെയിം എന്താണെന്ന്? എന്റെ പേര് അബൂബക്കർ PP. കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എ കൈറ്റ് ഫ്ലൈയിങ് ഓൺ എ വിൻഡി ഡേ. ഓക്കെ, വിൻഡി ഡേയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് ഡേയും വേണമെങ്കിൽ ആയിക്കോട്ടെ. കൈറ്റ് ഫ്ലൈയിങ് ഇതെന്താണ്? 3 dimensional മോഷൻ ആണ്. ഓക്കെ, ദെൻ മോഷൻ ഓഫ് ഫ്ലൈയിങ് ബേർഡ്, കിളി പറക്കുന്നത് ഓർ ചിത്രശലഭം പറക്കുന്നത്. ദെൻ എയറോപ്ലെയിൻ. എയറോപ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? 3 dimensional മോഷൻ ആണ്. ഓക്കെ, യെസ്, ഈ 3 എക്സാമ്പിൾ ആയിട്ട് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും എക്സാമ്പിൾസ് ചെയ്താൽ, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്പേസിൽ കറങ്ങുന്ന എന്തിനെ നമുക്ക് എന്ത് പറയാം? 3 dimension ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഉത്തരങ്ങൾ അറിയാം, ആ ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. സ്ക്യൂബ ഡൈവിംഗ് ഇതിൽ പെട്ടതാ ആണോ? ഇത് പറഞ്ഞപ്പോഴേക്കും എന്റെ കമന്റ് വായിച്ചു, എന്താ ടെലിപ്പതി ടെലിപ്പതി. സ്വിമ്മിങ്, ജോയിലെ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്വിം ചെയ്യുന്നതിന് നമുക്ക് 1 dimension പറയാം. സാറ്റലൈറ്റ്സ് പറയാം, പക്ഷെ ഓർബിറ്റിൽ കറങ്ങുന്നതിന് പറയാൻ പറ്റില്ല നമുക്ക്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒന്നും കൂട്ടാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നിന്ന് വിക്ഷേപിച്ച സാറ്റലൈറ്റിന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഓർബിറ്റിൽ കറങ്ങുന്നതിനൊക്കെ 2 dimensional പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പാത്തിലാണ് സഞ്ചരിക്കുന്നത്, അതിന് നിശ്ചിതമായിട്ടൊരു പാത്ത് ഉണ്ട്. ഓക്കെ, ഇല്ല, സ്ട്രെയിറ്റ് അല്ലാണ്ട് ഓടിയ 2 dimension. സ്ട്രെയിറ്റ് അല്ലാണ്ട് ഓടിയ 2 dimension ആവും, സ്ട്രെയിറ്റ് ആയിട്ട് ഓടിയ 1 dimension. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ
ത്രീ ടൈപ്സ് ഓഫ് മോഷൻ എന്താന്ന് പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിക്കേണ്ടതാണ്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളാണ്. ഇനിയാണ് ചാപ്റ്ററിന്റെ കോർ കൺസെപ്റ്റിലോട്ട് നമ്മൾ കടക്കുന്നത്. ഓക്കെ, ഇനിയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കോർ കൺസെപ്റ്റിലോട്ട് കടക്കാൻ പോകുന്നത്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻ ഒബ്ജക്ട് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് വിച്ച് ഡയമെൻഷൻ. അത് ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ? അതായത് ഗ്രൗണ്ടിൽ ഒരു പ്ലെയിനിലാണ് സർക്കുലർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ പറയാം. ദെൻ എയറിലാണ് എന്നുണ്ടെങ്കിൽ ഒരു തുമ്പി റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതുണ്ടെങ്കിൽ പറയാം, എന്ത് പറയാം, 3 പറയാം. ഓക്കെ, യെസ്, നമ്മുടെ കോർ കൺസെപ്റ്റ്. ഓക്കെ, യെസ്, സെറ്റ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, നമ്മൾ വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു, ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ, ഇനി പഠിക്കാത്തവരുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ഉണ്ടായില്ല എന്ന് സാർ എന്ന് പറയുന്നവർ 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ ക്ലാസ്സുകൾ നമ്മൾ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും നമ്മൾ ആ ചെറിയ ക്ലാസ്സുകളൊന്നും പഠിക്കാത്തതുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വലിയ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഓക്കെ, എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഓർമ്മയില്ല, ഉണ്ടാവില്ല, സ്വാഭാവികമാണല്ലോ. ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് ഓർമ്മയില്ല, പിന്നെയാണ് 2 കൊല്ലം മുന്നേ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവുക. അവിടെ എനിക്കറിയാം, സ്വാഭാവികം, ക്വൈറ്റ് നാച്ചുറൽ. ഒരു ചാപ്റ്റർ കഴിയാനായിട്ട് ഒരു 3 ക്ലാസ്സോ 4 ക്ലാസ്സോ ഒക്കെ വേണ്ടി വരൂടാ. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പോയിന്റ് എ, ദെൻ ഒരു പോയിന്റ് ബി, എയിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്തു. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്തു. ദെൻ ഈ എ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം? ഒരു ഒറിജിൻ ഇവിടെ എടുക്കാം. ഒ എന്ന് പറയുന്ന ഒരു ഒറിജിൻ എടുക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ പോയി എയിലെത്തി. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ x1. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ x1. ദെൻ അയാൾ ഇവിടെ എത്തി, ഫൈനൽ പൊസിഷനിലോട്ട്, ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് എത്തി, x2. ഓക്കെ, ഫൈനൽ പൊസിഷൻ x2. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, അതൊരു എന്താണ്, 0. ഓക്കെ, 0 മീറ്റർ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദെൻ ഇവിടെ എത്രയാണ്? 10 മീറ്റർ ദൂരം. ഓക്കെ, 10 മീറ്റർ ദൂരത്തി എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്താൻ 10 മീറ്റർ ദൂരം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനീഷ്യൽ പോയിന്റ്, ഇനീഷ്യൽ പൊസിഷൻ. ദെൻ x2ലോട്ട് എത്തിയപ്പോൾ 110 മീറ്റർ ആയി. ഓക്കെ, 110 മീറ്റർ പൊസിഷൻ കിട്ടി. ഓക്കെ, 10 മീറ്ററും 110 മീറ്ററും. ഓക്കെ, 2 കിട്ടി. ദെൻ 10 മണിക്കാണ്, 10 AM നമ്മൾ എയിലെത്തിയത്. ഓക്കെ, 10 AM നമ്മൾ എയിലെത്തിയത്. ദെൻ ബിയിലെത്താനായിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ബിയിലെത്താനായിട്ട് 10:30 AM. നമുക്ക് 2 ടൈം കിട്ടിയല്ലോ, T1 ടൈമും T2 ടൈമും അല്ലേ? 2 ടൈമും കിട്ടി, 2 പൊസിഷനും കിട്ടി. ദെൻ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി കണക്കാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആവറേജ് വെലോസിറ്റി കണക്കാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലേ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? ലിമിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം നിജില, നീ അത് വായിക്കല്ലേ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കിപ്പോ. നേരെ കേടി ചാടി കയറി പന തിന്നല്ലടാ, പന തിന്നാൻ ഞാൻ സമയം തരാം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആർക്ക് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബി ആവറേജ് എന്ന് പറയുമ്പോൾ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 അല്ലേ? അതല്ലേ വരാ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 110 മൈനസ് 10 ഡിവൈഡഡ് ബൈ T2 എന്ന് പറയുന്നത് 30 കിട്ടും, 30 മിനിറ്റ് കിട്ടും. വേണമെങ്കിൽ അതിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്?
ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഓക്കെ, ഇതാണ് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. ദെൻ 10 മീറ്ററിൽ നിന്ന് 110 മീറ്റർ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ ഏകദേശം പറയുന്നു ഒരു 50 കിലോമീറ്റർ പെർ അവർ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ കിട്ടിയെന്ന് വിചാരിക്കുക. കറക്റ്റ് അതാവണമെന്നില്ല, അത് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ടോട്ടൽ പാത്തിലും 50 കിലോമീറ്റർ പെർ അവർ ട്രാവൽ ചെയ്യും. അതായത് എ മുതൽ ബി വരെ എത്താനായിട്ട് 50 കിലോമീറ്റർ പെർ അവറിൽ തന്നെ ആയിരിക്കും കോൺസ്റ്റന്റ് സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അതായത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് 50 കിലോമീറ്റർ പെർ അവർ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇല്ലേ, നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ടി വരും, സിഗ്നൽ വരും, ആരെങ്കിലും വട്ടം ചാടിന്ന് വരും, ഇല്ലേ? വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്ന കാര്യം പറയാം. അപ്പോൾ വണ്ടി നീങ്ങില്ല, ഇല്ലേ? നമുക്ക് സ്പീഡ് കൂട്ടേണ്ട അവസ്ഥ വരും, കുറയ്ക്കേണ്ട അവസ്ഥ വരും. 50 കിലോമീറ്റർ ദെൻ ചിലപ്പോൾ 40 കിലോമീറ്റർ ആകാം, ചിലപ്പോൾ 70 കിലോമീറ്റർ ആകാം. ഇങ്ങനെയായിരിക്കും നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഏകദേശം ഒരു 50 കിലോമീറ്റർ പെർ അവർ എന്ന് പറയാൻ പറ്റും, അല്ലേ? അതായത് ഓരോ ഇൻസ്റ്റന്റിലും ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അവിടെയുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ ആണ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ കൃത്യം 50 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം സഞ്ചരിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എടുക്കുന്നത്. പർട്ടിക്കുലർ ടൈമിൽ, ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ, ഇപ്പോൾ ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുക, ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു പടക്കം പൊട്ടി. പടക്കം പൊട്ടിയ സമയം എത്ര? വളരെ മൈന്യൂട്ട് ടൈം ആയിരിക്കും, അല്ലേ? അതായത് ഏകദേശം ഒരു 0.0001 സെക്കൻഡ് ഒക്കെ ആയിരിക്കും ആ പടക്കം പൊട്ടിയത്, അല്ലേ? പടക്കം പൊട്ടി തീർന്ന സമയം എന്ന് പറയുന്നത് 0.0001 സെക്കൻഡ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും സെക്കൻഡിൽ എത്ര ദൂരം ആ ഒരു വാഹനം സഞ്ചരിച്ചു? ഓക്കെ, ഇത്രയും സെക്കൻഡിൽ എത്ര ദൂരം ആ ഒരു വാഹനം സഞ്ചരിച്ചു? അതായത് ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ആ കാറിന്റെ വെലോസിറ്റി എത്രയാണ്? പർട്ടിക്കുലർ പോയിന്റിൽ ആ ഒരു വാഹനത്തിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കണക്കാക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുന്നത്. ഓക്കെ, പർട്ടിക്കുലർ ടൈമിൽ ഒരു വാഹനത്തിന്റെ വെലോസിറ്റി എത്രയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന് എത്ര വെലോസിറ്റി ഉണ്ട്? ആവറേജ് വെലോസിറ്റി കണക്കാക്കാൻ നമ്മൾ പഠിച്ചു, തൊട്ട് മുന്നേ പഠിച്ചു. എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അതാണ് എന്ത്? ആവറേജ് വെലോസിറ്റി കണക്കാക്കാനുള്ളത്. പക്ഷെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് പർട്ടിക്കുലർ ടൈമിൽ എത്ര വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം, വി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി തന്നെയാണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി തന്നെയാണ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്താണ്? t ടെൻസ് ടു 0. ഓക്കെ, 0 ആകാനും പാടില്ല, എന്നാൽ 0ക്ക് അടുത്തുള്ള വാല്യൂ ആകണം. ഓക്കെ, 0ക്ക് അടുത്തുള്ള വാല്യൂ ആകണം. 0 ആകാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ മൊത്തം എന്തായിട്ട് പോകും? ടൈം 0 ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി കിട്ടും നമുക്ക്? ഇല്ല. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഡെൽറ്റ സ്മോൾ. ഓക്കെ, സ്മോൾ ആയിട്ട് കൂട്ടിയാൽ മതി, വളരെ സ്മോൾ. ഡെൽറ്റ എന്ന് സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് ട്രയാങ്കിൾ. ഓക്കെ, ഡെൽറ്റ എന്ന് വിളിക്കുക. സ്മോൾ ടൈം, സ്മോൾ ഡിസ്റ്റൻസ്, സ്മോൾ ടൈം. ഓക്കെ, അതിനെ സൂചിപ്പിക്കുന്നതാണ് ഡെൽറ്റ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആവറേജ് വെലോസിറ്റി തന്നെയാണ്. ഓക്കെ, പക്ഷെ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്താണ്? ടൈം ടെൻസ് ടു 0. ടൈം അപ്രോച്ചസ് ടു 0. 0യിലോട്ട് ടൈം എടുക്കണം. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമിലെ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് 0.00001 സെക്കൻഡ് അതിലൊക്കെയുള്ള വെലോസിറ്റി ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ
ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? v is equal to d/dt of x. Okay, differentiation of x respect to time. Okay, d എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് x വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ചിട്ട് ആ ഒരു പൊസിഷൻ, ആ ഒരു സ്ഥലത്തിന്, ഡിസ്റ്റൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും കൂടി പറഞ്ഞുതരാം. പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെയുള്ള ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് മൊത്തം വെലോസിറ്റി കണ്ടുപിടിച്ചു, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു 50 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, മൊത്തം വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചെത്തി, സെറ്റാണ്. ദെൻ നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അതായത് പർട്ടിക്കുലർ ടൈമിലെ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ ആ വാഹനത്തിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കിട്ടണം. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ കുഞ്ഞ് 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 പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ എത്ര ടൈം എടുത്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വലിയൊരു ടൈമിനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് സ്മോൾ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുന്നു. അതാണ് ഡിഫറൻഷിയേഷൻ, ഡി. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ v is equal to limit delta t tends to 0 average velocity delta x by delta t. എല്ലാന്നുണ്ടെങ്കിൽ v is equal to dx by dt. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇതൊക്കെ ഡിഫറൻഷിയേഷൻ ഒക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കും. മാത്സിൽ ഡിഫറൻഷിയേഷൻ 6th ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡിഫറൻഷിയേഷൻ ഒക്കെ പഠിക്കും. അത് ഇവിടന്നേ പഠിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പം അവിടെയാവും. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ഡിഫറൻഷിയേഷന്റെ. മാത്തമാറ്റിക്സിൽ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കും, ഒരു പടല ഇക്വേഷൻസ് പഠിക്കും, 10, 20, 30 കാണും. ഇവിടെ നമുക്ക് ഒരെണ്ണം പഠിക്കാനുള്ളൂ. ഓക്കെ, എഴുതിയെടുത്തോളൂ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി. ഇപ്പോൾ ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ വഴിയിൽ ഇങ്ങനെ ഒരു കാറ് ഓടണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ആ കാറിന്റെ വെലോസിറ്റി എത്രയാ ചോദിക്കില്ലേ? അതേപോലെ അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പോൾ ആ കാർ എത്ര സ്പീഡിൽ സഞ്ചരിക്കുന്നത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? ഷാഹിദ് എവിടെ? എനിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? ലിമിറ്റ്. ആരതി? ലിമിറ്റ് LIMIT, ലിമിറ്റ്. അതിന്റെ ലിമിറ്റ് ഉണ്ടെന്ന് പറയാം. നമുക്ക് എന്തിനൊരു ലിമിറ്റ് ഉണ്ടാവും? നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് 2 കിലോ ബിരിയാണി ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റില്ല, ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് അനുസരിച്ച് നമ്മൾ കഴിക്കുള്ളൂ അല്ലേ? അത് ആ ലിമിറ്റ്. ഷാഹിദ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എന്ത് ഡിസ്റ്റൻസ് ബൈ സ്പീഡോ? ഓ, ഗംഭീരായിരിക്കണു. ഇതാണല്ലോ എല്ലാ ടീച്ചർമാരും നീ പഠിക്കണ്ടെന്ന് പറയണത്. സ്നേഹ ടീച്ചർക്കൊക്കെ നീ പഠിക്കുന്നുണ്ടല്ലേ. വെലോസിറ്റി എന്താ? അതെനിക്കറിയാലോ. പിന്നെ അതെങ്ങനെയാണ് നിനക്ക് അറിയാതെ വരുന്നേ? പെട്ടെന്നൊരു ഇതാവുന്ന മറന്നു. ഈ ഒരു മറിവ് വെച്ച് നീ +1 പാസ്സാവാൻ നോക്കിട്ടാ, നന്നാവും. ലിമിറ്റിന്റെ സൈൻ ആണല്ലേ ഡെൽറ്റ യൂസ് ചെയ്ത് അടിയിൽ എഴുതിയിരിക്കുന്നത്. ലിമിറ്റിന്റെ സൈൻ അല്ല, ലിമിറ്റ് ടെൻസ് ടു 0, ലിമിറ്റ് ടൈം ടെൻസ് ടു 0. ഓക്കെ, സമയം 0 അടുക്കുന്നു, പക്ഷെ 0 ആകുന്നില്ല. അതാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതിനെ പറയുന്നത് അതാ. ഇതിനെ പറയുന്നത് സമയം 0 അടുക്കുന്നു, പക്ഷെ 0 ആകുന്നില്ല. അതാണ് അതിന്റെ മലയാള അർത്ഥം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുന്നത് സമയം 0 അടുക്കുന്നു, പക്ഷെ 0 ആകുന്നില്ല.
ദെൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ, x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. ഇതിനെയാണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഓക്കെ, ഇത് കഴിഞ്ഞല്ലോ, സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം വെലോസിറ്റിക്ക് എന്തുണ്ട്, ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട് അല്ലേ? വെലോസിറ്റിക്ക് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുകൊണ്ടാണ് അതിന് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്പീഡ് എന്ന് പറയുന്നതോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ചാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, ഡയറക്ഷൻ നമുക്ക് വേണ്ട. അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്പീഡോമീറ്റർ. ബൈക്ക് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും വല്ലപ്പോഴും ആ സ്പീഡോമീറ്ററിൽ നോക്കാം. ഓക്കെ, സമയം ഒന്ന് നോക്കാം. 9 മണി, 8:11. ഇപ്പൊ നിങ്ങൾ കാറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 8:11 എന്നിട്ട് ആ കാറിന്റെയോ ബൈക്കിന്റെയോ സ്പീഡോമീറ്ററിൽ നോക്കാം. അതാണ് ആ കാറിന്റെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. കാറ് കറന്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് അതാ. 8:11 ആ കാറ് ആ സ്പീഡിലാണ് ഓടുന്നത്. ദെൻ കുറച്ച് നേരം കഴിയുമ്പോൾ വേറെ സ്പീഡിലായിരിക്കും ആ കാർ ഓടുന്നത്. അതാണ് ആ പർട്ടിക്കുലർ ടൈമിലുള്ള അതിന്റെ സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അത് എഴുതി കഴിഞ്ഞാൽ പറയാം. ഈ ഒരു ഇക്കണക്കിന് പോയ ഈ ചാപ്റ്റർ തീരാനായിട്ട് 5 ക്ലാസ് വേണ്ടി വരും. എഴുതി കഴിഞ്ഞു. ഓക്കെ, സ്ക്രീനിൽ കാണില്ല, വണ്ടി കുറവ്. എടാ ഈ നീഡില് അനങ്ങൂലോ. ചിലപ്പോൾ 100-ലായിരിക്കും, ചിലപ്പോൾ 120-ലായിരിക്കും, ചിലപ്പോൾ 60-ലായിരിക്കും, ചിലപ്പോൾ 40-ലായിരിക്കും. പർട്ടിക്കുലർ ടൈമിൽ അത് എത്രയാണ് കാണിക്കുന്നത്, അതാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, ദെൻ എന്താണ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടോ? ഓക്കെ, ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഡെറിവേറ്റീവ് ഇൻ മാത്തമാറ്റിക്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ, അതാണ് വേരിയബിൾ. സമയത്തിനനുസരിച്ച് ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്താ പറയാ, ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടാവുക. ക്ലാസ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സമയത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു, വാരി ചെയ്തു അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് വാരി ചെയ്തു. അപ്പോൾ സമയത്തിനനുസരിച്ച് മാറുന്ന വസ്തുക്കൾ നമുക്ക് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇതൊന്നും കാണാതെ ആരും ചോദിക്കാൻ പോകുന്നില്ല എക്സാമിന്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, മാത്തമാറ്റിക്സിൽ പറയും, ദേവൻ സാറ് പറയും എന്താണ് ഒരു വേരിയബിൾ, എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. നിങ്ങൾ പഠിച്ചായിരുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ കയറി പഠിക്കുന്നത് കണ്ടായിരുന്നല്ലോ. ലിമിറ്റ് ഒക്കെ പറഞ്ഞായിരുന്നില്ലേ സാറ്? ഇല്ല, എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ മാത്രമേ പറഞ്ഞായിരുന്നുള്ളൂ അല്ലേ? ലിമിറ്റ് വരും, ലിമിറ്റ് ഒക്കെ അവിടെ. ലിമിറ്റ് എന്ന് പറഞ്ഞൊരു പാഠം തന്നെയുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ.
ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എക്സ്റ്റെൻസ് ടു 0, എക്സ്റ്റെൻസ് ടു 2, എക്സ്റ്റെൻസ് ടു 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ദെൻ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫിസിക്സിൽ ഈ ഒരു 3 നമുക്കിവിടെ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഫിസിക്സിൽ ഈ 3 അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൽ ഒരുപാട് എണ്ണം ഉണ്ട്. നമുക്ക് ഫിസിക്സിലാകെ ഈ 3 അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ സമയത്തിനനുസരിച്ച് മാറുന്ന വാല്യൂ. ഓക്കെ, സമയത്തിനനുസരിച്ച് മാറുന്ന വാല്യൂ. ഡി ബൈ ഡി ടി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ്. ഓക്കെ, ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതാണ് ഡി, ഡിഫറൻഷിയേഷൻ. ദെൻ ബൈ ഡി ടി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച്, സമയത്തിനനുസരിച്ച് എത്രത്തോളം മാറി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച്. ദെൻ ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ചേഞ്ച് ചെയ്യില്ല, മാറില്ല. ഓക്കെ, 1 2 3 4 5 6 7 8 ഇതൊക്കെ എന്താണ്? നമ്പേഴ്സ് ആണ്. ഇതൊക്കെ മാറുന്നുണ്ടോ? 2 എന്ന് പറഞ്ഞൊരു സംഖ്യ മാറുന്നുണ്ടോ? ഇത് ആക്ച്വലി അവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. 2 എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു, അത് ചേഞ്ച് ആവില്ല. അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ അത് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടോ? ഇല്ല. 2 എപ്പോഴും 2 തന്നെ, സമയത്തിനനുസരിച്ച് മാറുന്നില്ല. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ വേറൊരു വാല്യൂ ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു എൻ. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു എൻ എന്നൊരു വാല്യൂ കണ്ടെന്ന് വിചാരിക്കാം. ഇത് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടോ 10ാം ക്ലാസ്സിലെങ്ങാനും? അപ്പോൾ ടി എന്ന് പറയുന്നത് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി ഇതൊക്കെ എന്താണ്? ആൽഫബറ്റ്സ് ആണ്, കോൺസ്റ്റന്റ് ആണ്. അതൊന്നും എന്ത് ചെയ്യില്ല? ചേഞ്ച് ആവില്ല അല്ലെ? ചേഞ്ച് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വേണമെങ്കിൽ പുറത്തെടുക്കാം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു വാല്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ടി റൈസ് ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും ആകാം. 1 2 3 4 5 അല്ലെങ്കിൽ -1 -2 -3 -4 അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏത് വാല്യൂ, ഏത് ഇൻറ്റീജർ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ നിങ്ങൾ കണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? n ഇൻറ്റു ടി റൈസ് ടു n മൈനസ് 1 എന്ന് ചെയ്യണം. ഓക്കെ, ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഓക്കെ, ഡെറിവേറ്റീവിന്റെ ഫോർമാറ്റ്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് എഴുതേണ്ട ഫോർമാറ്റ് ഇതാണ്. n ഇൻറ്റു ടി റൈസ് ടു n മൈനസ് 1. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 3 എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3 ഇൻറ്റു ടി റൈസ് ടു 3 മൈനസ് 1, അതായത് 3 ടി റൈസ് ടു 2. ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ഇനി അതല്ല ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എന്ത് പറയാം, ഒരു 3 ഇൻറ്റു ടി റൈസ് ടു 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 3 ഇൻറ്റു ടി റൈസ് ടു 2 ആണെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ എങ്ങനെ എഴുതും? ഈ 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ, ചേഞ്ച് ചെയ്യില്ല. അപ്പൊ നമ്മൾ അതിനെ പുറത്തെടുത്തു. ദെൻ ബാക്കി ആരുണ്ട്? ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 2. ഇങ്ങനെ വേണം അത് എഴുതാൻ. ഓക്കെ, ഇങ്ങനെ വേണം അത് എഴുതാൻ. അപ്പോൾ 3 ഇൻറ്റു ഇവിടെ ടി റൈസ് ടു 2 ആണല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1, അതായത് 3 ഇൻറ്റു 2 ടി എന്ന് കിട്ടും, അതായത് 6t എന്ന് വരും. ഓക്കെ, 6t എന്ന് വരും. അതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെറിവേഷൻ, ഡിഫറൻഷിയേഷൻ, ഡെറിവേഷൻ അല്ല ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഇത് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, മാത്തമാറ്റിക്സ് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആണ്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 1 ആണെന്ന് പഠിച്ചു വയ്ക്കുക. 2t എങ്ങനെ കിട്ടി? അതൊക്കെ പറഞ്ഞുതരാം, ഒക്കെ പറഞ്ഞുതരാം. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും.
ഓക്കെ, ഇതെല്ലാവരും എഴുതി വെച്ചല്ലോ, എല്ലാവരും എഴുതി വെച്ചല്ലോ. ഓക്കെ, ദെൻ ഒരു ചോദ്യം മാത്തമാറ്റിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫംഗ്ഷൻ എക്സ് ടി ഇക്വൽ ടു എന്താണ് കണ്ടിട്ടുണ്ടാകും ഇല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അതാണ് കയറി ഇടയ്ക്കിടയ്ക്ക് മാത്സ് ക്ലാസ്സിൽ കയറി നോക്കുന്നത് നിങ്ങളത് സാറ് പഠിപ്പിച്ചെത്തിയോ എന്ന്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എളുപ്പമായില്ലോ. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ 2t എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ the position of a particle as function of time is given by xt is equal to 3t raised to 2 plus 2t plus 4 meter. ഓക്കെ, ഒരു പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്, ഒരു ഫംഗ്ഷന്റെ പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഫംഗ്ഷന്റെ പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. ദെൻ ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ഒരു വസ്തു സ്റ്റാർട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങ വീഴുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ തെങ്ങിന്റെ മുകളിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ടൈം എന്താ? അവർ ഇരിക്കുന്ന സ്ഥലം എന്തായിരിക്കും നമ്മൾ എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറ്? അല്ലാതെ ഒരു കാര്യം പറയാം. ഒരു വ്യക്തി, ഒരാൾ ഇവിടെ നിന്ന് അയാളുടെ വീട്ടിലോട്ട് പോകണം. ഓക്കെ, അയാളുടെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? 0 എന്നായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 0 എന്നായിരിക്കും കാരണം സ്റ്റാർട്ടിങ് പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ടൈം 0 ആണ്. ദെൻ ഫൈനലില് t1, അതെന്ത് വേണേലും വന്നോട്ടെ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. x ഈക്വൽ ടു 0. ഓക്കെ, 3 into 0 raised to 2 plus 2 into 0 plus 4. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 മീറ്റർ. ഓക്കെ, 4 മീറ്റർ കിട്ടും. അതായത് ടീന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ടീന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ കിട്ടി. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 4 മീറ്ററിലാണ് ഇരിക്കുന്നത്. 4 മീറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് t is equal to 2 സെക്കൻഡ്. ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് എത്രയാ? 2 സെക്കൻഡ്. 2 സെക്കൻഡിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെ? പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അതായത് v is equal to dx by dt. ഓക്കെ, dx by dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, dx by dt ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. v is equal to dx by dt. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? എക്സിന്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? ഇതാണ് എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് അല്ലെ? എക്സ് ടി ഇസ് ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതി വെക്കുന്നു. എന്താണ്? 3t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 4 d/dt ഓഫ് ഇങ്ങനെ കിട്ടും. ഓക്കെ, കിട്ടി, ഇങ്ങനെ കിട്ടും. ഓക്കെ, ദെൻ ഓരോ ടേംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ ടേംസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് d/dt ഓഫ് 3t സ്ക്വയർ പ്ലസ് d/dt ഓഫ് 2t പ്ലസ് d/dt ഓഫ് ഇവിടെ 0 അല്ലായിരുന്നല്ലോ, 4 അല്ലായിരുന്നേ? 4. ഓക്കെ, ഓരോ ടേംസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ 3നെ പുറത്തെടുത്തു. ഞാൻ ഈ ഒരു ടൈം മാത്രം ചെയ്യണം. 3നെ പുറത്തെടുത്തു. d/dt ഓഫ് t raised to 2. ഓക്കെ, ഇതെങ്ങനെയായിട്ട് മാറും? 3 into t 3 into
ടു ടി റേസ് ടു 2 മൈനസ് 1 അല്ലേ? ഇങ്ങനെയല്ലേ വരൂ, ഇങ്ങനെയല്ലേ വരൂ. ഇതല്ലേ തൊട്ട് മുന്നേ ഞാൻ കാണിച്ചു തന്നായിരുന്നേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 3 ഇൻറ്റു 2t ഈക്വൽ ടു 6t എന്ന് കിട്ടും. ഓക്കെ, 6t എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു ടൈമിന് എടുക്കാം, ഈ ഒരു ടൈമിന് എടുക്കാം d/dt ഓഫ് t. 2വിനെ പുറത്തെടുത്തു, 2 കോൺസ്റ്റന്റാ. അപ്പോൾ d/dt ഓഫ് എന്ന് പറയുന്നത് dt/dt എന്ന് പറയുന്നത് എന്താ? 1/1 എന്ന് പറയുന്നത് 1, 2/2 എന്ന് പറയുന്നത് 1, 3/3 എന്ന് പറയുന്നത് 1. അപ്പോൾ dt/dt എന്ന് പറയുന്നത് 1 തന്നെ. ഓക്കെ, dt/dt എന്ന് പറയുന്നത് 1 തന്നെ. അപ്പൊ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദെൻ ഈ ഒരു ടൈമിന് എടുക്കുന്നു, ഈ ഒരു ടൈമിന് എടുക്കുന്നത് എന്താ? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഈ ഒരു ടൈം 0 ആയിട്ട് പോകും. ഓക്കെ, ഈ ഒരു ടൈം 0 ആയിട്ട് പോകും. 2t എങ്ങനെ കിട്ടി? നിക്ക് 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 എന്നിട്ടും നിനക്ക് 2t എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കാണിച്ചെന്തല്ലടാ ഒരു വട്ടം ജോയലെ? ഇല്ലേ? എന്താണ്? d/dt ഓഫ് t റേസ് ടു n എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു t റേസ് ടു n മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതണം. അതാണ് ഡിഫറൻഷിയേഷന്റെ ഫസ്റ്റ് റൂള്. ഓക്കെ, ഫസ്റ്റ് റൂള്. ഇനി d/dt ഓഫ് t റേസ് ടു 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? ഈ 2 എടുത്തിട്ട് 2 ഇൻറ്റു ദെൻ t അവിടെ തന്നെ എഴുതി, n മൈനസ് 1 ആണല്ലോ, ന്റെ സ്ഥാനത്ത് 2 അല്ലേ, -1 ഇട്ട് കൊടുക്കും. അതായത് 2t റേസ് ടു 2 മൈനസ് 1 എന്ന് പറയുന്നത് 1. അതിന് നമ്മൾ 2t എന്ന് തന്നെ എഴുതത്തുള്ളൂ. ഓക്കെ, 2t എന്ന് തന്നെ എഴുതത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒരു വട്ടം കൂടെ എന്ത് ചെയ്തു തരാം? രണ്ടാമത് ചെയ്തു തരാം, കാരണം ഞാൻ മാച്ച് കളഞ്ഞു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്, dx/dt ആണ്. ഓക്കെ, dx/dt ആണ്. ഇതൊക്കെ കാണാണ്ട് പഠിക്കണം. ആ സം ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന റൂൾസ് ഒക്കെ കാണാണ്ട് പഠിക്കണം. ഇവിടെ ആകെ 3 എണ്ണം പഠിച്ചാൽ മതി ഫിസിക്സിൽ. ഞാൻ പറഞ്ഞു, ഫിസിക്സിൽ അധികം പഠിക്കണ്ട. മാത്തമാറ്റിക്സിൽ ഇതേപോലത്തെ ഇക്വേഷൻ 20 എണ്ണം ഉണ്ട്. ആ 20 എണ്ണം നിങ്ങൾ പഠിക്കണം, കാണാതെ തന്നെ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. അല്ലാതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ കട്ടപ്പോകാം. ഞാനിപ്പോഴൊരു ഇത് ഹിന്ദിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണണം. എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ നമുക്കറിയാം, d/dt ഓഫ് എന്തിട്ട് കൊടുക്കും നമ്മൾ? 3t റേസ് ടു 2 പ്ലസ് 2t പ്ലസ് 4. എക്സിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്തു. ദെൻ ഈച്ച് ടൈം, ഓരോ ടൈമിന്റെയും ഡിഫറൻഷിയേഷൻ എടുക്കണം. ഓക്കെ, ഓരോ ടൈമിന്റെയും ഡിഫറൻഷിയേഷൻ എടുക്കണം. കോൺസ്റ്റന്റ് വാല്യൂവിനെ പുറത്തെടുത്തു, 3 ഇൻറ്റു d/dt ഓഫ് t റേസ് ടു 2 പ്ലസ് 2 വാല്യൂവിനെ പുറത്തെടുത്തു, d/dt ഓഫ് t പ്ലസ് d/dt ഓഫ് 4. ഓക്കെ, എടുത്ത് എഴുതി വെച്ചല്ലോ, സെറ്റല്ലേ? ദെൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 3 ഇൻറ്റു എന്ത് വരും? 2t പ്ലസ് 2 ഇൻറ്റു ടി. 2 ടി അല്ല, അവിടെ 2 ഇത് തന്നെ വരുള്ളൂ, ടി വരില്ല. ഓക്കെ, പ്ലസ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 ആണ്, 0. അപ്പോൾ 6t പ്ലസ് 2. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ വാല്യൂ 6t പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, 6t പ്ലസ് 2 എന്ന് കിട്ടും. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 സെക്കൻഡിലെ വെലോസിറ്റിയാ, രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയാ അല്ലെ, പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റിയാ. അപ്പോൾ ടീന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കും? 2 ഇട്ട് കൊടുക്കും. v = 6 ഇൻറ്റു 2 പ്ലസ് 2, അതായത് 14 സെക്കൻഡ് കിട്ടും. സോറി, 14 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും വെലോസിറ്റി അല്ലേ. ടു സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇങ്ങോട്ട് എഴുതി വെച്ചോളൂ. ആ ഡിഫറൻഷിയേഷന്റെ റൂള് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. എവിടെ ഒരാൾ കുറച്ച് നേരത്തെ എന്തോ ചോദിക്കാറുണ്ടല്ലോ, ഇതൊന്നും ക്ലാസ്സിൽ എടുത്തില്ലല്ലോ വൈഗ, ഇതൊന്നും ക്ലാസ്സിൽ എടുക്കില്ല.
നിങ്ങളോട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോട്ട് അങ്ങോട്ട് ചെയ്യാൻ പറയും. നിങ്ങൾ എങ്ങനെ ചെയ്യും? ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് നോക്കി മനസ്സിലാക്കി സ്വയം ചെയ്യാൻ പറയും. അത്രേ ഉള്ളൂ. സ്കൂളിലൊക്കെ അത്ര പഠിപ്പിക്കുള്ളൂ. എനിക്കറിയാം, ഞാനും +1 കഴിഞ്ഞ് പോകുന്നതല്ലേ. എൻ്റെ ടീച്ചർമാരെങ്ങനെ എന്നെ പഠിപ്പിച്ചായിരുന്നത്. കാരണം അവർക്ക് സമയം കിട്ടില്ല. ഓൾമോസ്റ്റ് അവർക്ക് സമയം കിട്ടില്ല പഠിപ്പിച്ച് തീർക്കാനായിട്ട്. കാരണം നിങ്ങളുടെ ക്ലാസ് ഒക്കെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ പറഞ്ഞോളൂ. ആ ആ ആ അങ്ങനെ സാധനങ്ങളൊന്നും പഠിപ്പിച്ചല്ല. വെരി ഗുഡ്, നന്നായി. ഇത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ മോൾ എന്ത് ചെയ്യും? ഇരുന്ന് കരയാതിരിക്കാനല്ലേ നമ്മൾ ട്യൂഷൻ വരുന്നേ. ആ ആ ആ ഗ്രാഫുകള്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഗ്രാഫ് ഇല്ല. നന്നായത്. സ്കൂള് പോട്ടെ, നമ്മുടെ നോട്ട്സ് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ ടീച്ചർമാരത് പഠിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്കൂൾ ടീച്ചർമാർ ഒരാളും പഠിപ്പിക്കാൻ പോകുന്നില്ല. ടീച്ചർമാരെ ഹലോ കഴിക്കട്ടെ. അത്രയ്ക്കും കോൺഫിഡൻസോടെ ആ ടീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ കഴിഞ്ഞ കൊല്ലത്തെ +1 കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി നോക്കാം. എന്നിട്ട് ക്ലാസ് ടീച്ചറെ കാണിച്ചു കൊടുക്കുക. ടീച്ചറെ ഈ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലെന്ന് ചോദിക്കുക. വെരി ഗുഡ്, നന്നായി. ഓക്കെ ഓക്കെ, നമുക്ക് ശരിയാക്കാം. എല്ലാവരും എഴുതിയെടുത്തല്ലോ. ക്വസ്റ്റ്യൻ സ്ലൈഡ് കാണിക്കാം. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനീഷ്യൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ആണ്, 0 അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0-യിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ, അല്ലേ? 0-യിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. തൊട്ട് മുന്നേ കണ്ടുപിടിച്ചെത്തി, അല്ലേ? എന്താണ്? v = 6t + 2. ഇതായിരുന്നു വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചെത്തിയത്. ദെൻ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടൈം അവിടെ 0 ആയിരിക്കും. v = 6 × 0 + 2, അതായത് 2 കിട്ടും. 2 m/s. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി = 2 m/s കിട്ടും. 2 m/s കിട്ടും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം അല്ല. അവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റി. ഇപ്പൊ നമ്മളൊരു ടൈം പറയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അവിടെ ഉണ്ടായി മൊത്തം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞ പർട്ടിക്കുലർ ടൈമിൽ ഒറ്റ സെക്കൻഡിൽ എത്ര വെലോസിറ്റി ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. രണ്ട് ഡിഫറെന്റ് ആണ്. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. ഇത് പ്രോബ്ലം എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. എഴുതി കഴിഞ്ഞു. ഓക്കെ, ദെൻ ആക്സലറേഷൻ. ഓക്കെ, ആക്സലറേഷനും ഇതേപോലെ തന്നെ. ഓക്കെ, നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം, അല്ലേ? പഠിച്ചിട്ടില്ലേ? എല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ? If the velocity of a body is changed, it is called accelerated motion. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഓക്കെ, സമയത്തിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്സലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കാം. A പോയിന്റ്, B,
എ ബി എന്ന് കൊടുക്കണ്ട. സീറോ 2 4 6 8. ഓക്കെ, ഇവിടെ ഒക്കെ എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആകുന്നുണ്ട് അല്ലേ. ആദ്യം 2 ആയി, പിന്നെ 4 ആയി, പിന്നെ 6 ആയി, പിന്നെ 8 ആയി. വെലോസിറ്റി കൂടി 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 പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ്, എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്ത് 2 ആയിട്ട് കൂടി. ദെൻ രണ്ടാമത്തെ സെക്കൻഡിൽ പിന്നെയും 2ൽ നിന്ന് 4ലോട്ട്. അപ്പോൾ അവിടെ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 2 തന്നെ. ദെൻ പിന്നത്തെ സെക്കൻഡിൽ വീണ്ടും 2 തന്നെ, പിന്നത്തെ സെക്കൻഡിൽ വീണ്ടും 2 തന്നെ. ഇവിടെയൊക്കെ എന്താണ്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചാൽ മാത്രമാണ് അവിടെ ആക്സലറേഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചാൽ മാത്രമാണ് അവിടെ ആക്സലറേഷൻ ഉണ്ടാകത്തുള്ളൂ. ഇത് മനസ്സിലാക്കി വെക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സലറേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ആക്സലറേഷൻ ഇക്വേഷൻ ഒക്കെ. വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, ദെൻ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ഇക്വേഷൻ നമ്മൾക്കറിയാം. ഓക്കെ, എഴുതി വെച്ചോളൂ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് അറിയാലോ അല്ലേ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഏവറേജ് ആക്സലറേഷന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. പഠിച്ചു വയ്ക്കുക. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? Right. Okay. Then ആക്സലറേഷന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. കിട്ടും. ഓക്കെ, ആക്സലറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സലറേഷന്റെ ഡയമെൻഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? L(t)⁻² ആണ്. ഓക്കെ, ആക്സലറേഷൻ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, L(t)⁻² ആണ്. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, ഓക്കെ, ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് സ്റ്റോപ്പ് ചെയ്യണം.
ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നല്ല സ്പീഡിൽ വരുന്നത് പയ്യെ 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 വന്ന് സ്റ്റോപ്പ് ആകും അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ അതിന് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഡീസലറേഷൻ എന്ന് പറയും. ഓക്കെ. If the speed of the body decreases, then the acceleration is opposite to that of the velocity, and this is said to be a decelerated or retarded motion. Okay. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഒരു ചിത്രം വരച്ച് കാണിച്ചു തരാം. ഓക്കെ. ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. വെലോസിറ്റിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ. then when the speed of the body increases, acceleration and velocity are in the same direction. ഒരു ബോഡിയുടെ ആക്സലറേഷനും വെലോസിറ്റിയും ആക്സലറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും ആക്സലറേഷനും സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. അതിനെയാണ് ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റിയും ആക്സലറേഷനും സെയിം ഡയറക്ഷനാണെന്നുണ്ടെങ്കിൽ അത് ആക്സലറേറ്റഡ് മോഷൻ. വെലോസിറ്റിയും ആക്സലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്നുണ്ടെങ്കിൽ അത് ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഓക്കെ. ഞാനത് വരച്ച് കാണിച്ചു തരാം. നിക്ക് എഴുതാൻ വരട്ടെ. ഞാനൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ ഒരു ബോള് നിങ്ങൾ മുകളിലോട്ട് എറിയാം. ഓക്കെ. മുകളിലോട്ട് എറിയുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു ബോള് മുകളിലോട്ട് എറിഞ്ഞു. ആ ബോള് മാക്സിമം പോയിന്റിലെത്തും. ഓക്കെ. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ട് അല്ലേ? മുകളിലോട്ട്. വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട്. ഒരു ബോൾ മുകളിലോട്ട് എറിയുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട്. അതിന്റെ ആക്സലറേഷൻ എന്താ ചെയ്യുന്നത്? കുറഞ്ഞല്ല വരുന്നേ. കുറഞ്ഞ് സീറോ എത്തി. നമ്മൾ എറിയുമ്പോൾ ഉള്ള സ്പീഡാണോ മുകളിലെത്തുമ്പോൾ? അല്ല. നമ്മൾ ഇവിടുന്ന് നല്ല സ്പീഡിൽ എറിയുന്നു. നല്ല ആക്സലറേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. കൂടി പിന്നെ കുറഞ്ഞ് സീറോ എത്തി. ഓക്കെ. ആക്സലറേഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ വെലോസിറ്റി മുകളിലോട്ടും ആക്സലറേഷൻ താഴോട്ടും. ദെൻ ഈ ബോൾ തിരിച്ചു വരണ്ടല്ലോ, മുകളിൽ തന്നെ നിൽക്കില്ലല്ലോ, ഇല്ലേ? തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? താഴോട്ട്. ആക്സലറേഷനും എങ്ങോട്ടാ? ബോൾ താഴോട്ട് വരുമ്പോൾ സ്പീഡ് കൂടി വരുന്നത് അല്ലേ? അപ്പോൾ ഈ രണ്ടും സെയിം ഡയറക്ഷൻ. ഓക്കെ. വെലോസിറ്റിയും ആക്സലറേഷനും താഴോട്ട് വരുമ്പോൾ സെയിം ഡയറക്ഷൻ. ഈ ബോൾ മുകളിലോട്ട് എറിയുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് റിട്ടാർഡേഷൻ എന്ന് പറയാം. ഇതിനെ ആക്സലറേഷൻ എന്നും പറയാം. ഇതിനെ ആക്സലറേഷൻ പറയാം. മനസ്സിലായല്ലോ ഇല്ലേ? എന്താണ് റിട്ടാർഡേഷൻ എന്നും എന്താണ് ആക്സലറേഷൻ എന്നും. വെലോസിറ്റിയും ആക്സലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റിട്ടാർഡേഷൻ. വെലോസിറ്റിയും ആക്സലറേഷനും സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആക്സലറേഷൻ. ഓക്കെ. നെഗറ്റീവ് ആക്സലറേഷനെ പറയുന്നതാണ് റിട്ടാർഡേഷൻ, ഡീസലറേഷൻ. ഓക്കെ. ഇനി എഴുതിയെടുത്തത്
എന്താണ് ദേവപ്രിയ? ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ ഡീസലറേറ്റഡ് മോഷൻ. ഇറ്റാണ്, ഇത് ഇറ്റാണ്. ഇറ്റ് എഴുതി കഴിഞ്ഞോ? ഇനി പഠിച്ച കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കണം കേട്ടോ. ഒരു തവണെങ്കിലും വായിച്ച് നോക്കി. ഈ ചാപ്റ്റർ ടഫ് എന്ന് പറയാനല്ല, സംഭവം എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്, ലിമിറ്റ്, ഡെൽറ്റ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഡിഫറൻഷിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും ലൈഫിൽ കാണുന്നത്. ഇതുവരെ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്നിട്ട് ഇപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ടൈംസ് ഒക്കെ കാണുന്നത്. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ വഴിയില്ല, നിങ്ങൾ സ്വാഭാവികം തുറക്കാൻ വഴിയില്ല, ഉറപ്പാണ്. ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊന്നല്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ കട്ടിയുള്ള വാക്കുകൾ. NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കട്ടിയായിട്ടുള്ള വാക്കുകളാണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരുണ്ടോ? 12 മണിക്കും 11:30ക്കൊക്കെ ഉറങ്ങുന്നവരുണ്ടോ? അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാൻ നേരത്തെ ഉറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. അത്രയും നല്ല ടെക്സ്റ്റ് ബുക്കാണത്. കാരണം ടഫായിട്ടുള്ള വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും, സ്വാഭാവികം. അതുകൊണ്ടാണ് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാചകത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതിക്ക്. ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വരെ വായിച്ചാൽ മനസ്സിലാക്കും. അതേ രീതിക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതൊന്നല്ല ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സാ. നിങ്ങൾ വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ എങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇരുത്തുന്ന വായിച്ചു നോക്കും, അപ്പൊ മനസ്സിലാവും. ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആക്സിലറേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഓക്കെ, പർട്ടിക്കുലർ ടൈമിലുള്ള ആക്സിലറേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചു. എന്താണ്? പൊസിഷന്റെ, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? വെലോസിറ്റി തരും, അല്ലേ? v ഈക്വൽ ടു എന്തായിരുന്നു? d/dt ഓഫ് എക്സ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ. എക്സ് എന്ന് പറയുന്നത് പൊസിഷന്റെ ഡിഫറൻഷിയേഷൻ ഡെറിവേറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ആണ്. പഠിച്ചു വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇതിപ്പോഴും പ്ലസ് ടുവിലെ പിള്ളേരെ ക്ലാസ് എടുക്കുമ്പോൾ അവന്മാർക്ക് അറിയാത്തതുണ്ട്. പക്ഷെ ഒട്ടുമിക്ക പേർക്ക് അറിയാം. അത് ഫ്ലോയിൽ പഠിച്ച് സെറ്റായി. പിന്നെ വിട്ടു പോകില്ല. അത് എപ്പോൾ ചോദിച്ചാലും പറയുന്നവരുണ്ട്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്നവരുണ്ട്. ആർക്കും ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇത് പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ പൊസിഷന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി. ദെൻ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് d/dt ഓഫ് v എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ. ഓക്കെ, പൊസിഷന്റെ ഡെറിവേറ്റീവ് വെലോസിറ്റി തരും, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആക്സിലറേഷൻ തരും. അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. a ഈസ് ഈക്വൽ ടു ലിമിറ്റ് പർട്ടിക്കുലർ ടൈമിൽ ടെൻസ് ടു 0 ഡെൽറ്റ v/ഡെൽറ്റ t. ഇതൊരു ഇക്വേഷൻ. ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് a ഈസ് ഈക്വൽ ടു dv/dt. എല്ലാന്നുണ്ടെങ്കിൽ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? a ഈസ് ഈക്വൽ ടു d/dt ഓഫ് dx/dt കൊടുക്കാം. അതെന്താണ്? v തന്നെയാണ്. ഓക്കെ, ഇതും കൊടുക്കാം. മൂന്നും ആക്സിലറേഷന്റെ ഇക്വേഷൻ തന്നെ. എന്ത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷന്റെ, വെറും ആക്സിലറേഷന്റെ അല്ല, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷന്റെ. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. എഴുതി കഴിഞ്ഞാൽ പറയാം. ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ പൊസിഷന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
വെലോസിറ്റി കിട്ടും. ദെൻ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളോട് എത്തിയിട്ടില്ല, ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. എനിക്ക് എഴുതി കഴിഞ്ഞാൽ പറയാം. ഓക്കെ, എഴുതി കഴിഞ്ഞു, സെറ്റാണ്. ദെൻ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ എന്താണ് കണ്ടോ? പൊസിഷൻ ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ എക്സ് ഈസ് ഇക്വൽ ടു 4t⁻³ മൈനസ് 3 ഇൻറ്റു t⁻² പ്ലസ് 4t പ്ലസ് 5. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആഫ്റ്റർ 1 സെക്കൻഡ്. ഒരു പർട്ടിക്കുലർ ടൈമിലെ ആക്സിലറേഷനും വെലോസിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തോ? ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. ഒരു 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് എന്താണ്? 1 സെക്കൻഡ് ആണ്. ഓക്കെ, ആ 1 സെക്കൻഡിലെ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കണം. അശ്വതി ചെയ്യുന്നില്ലേ? ആ, ഫാൻ എവിടെ ഉണ്ട്? അതെനിക്കറിയാം, ചെയ്യാനാ പറഞ്ഞത്. എഴുതണം, 9 മണി ആവണം. ചിലപ്പോൾ അതിൽ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ് കൂടെ. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് 2 മിനിറ്റ് കിട്ടുള്ളൂ. പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല ആണോ? ആ,
2 3 മിനിറ്റ് ആയല്ലേ, കുഴപ്പമില്ല. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നെ? വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, v = d/dt ഓഫ് എക്സ് അല്ലെ, d/dt ഓഫ് എക്സ്. നോക്കാം, എക്സിന്റെ സ്ഥാനം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു? എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, 4t3 മൈനസ് 3 × t2 പ്ലസ് 4 × t പ്ലസ് 5. ഓക്കെ, ഇനി ഓരോ ടേംസിന്റെയും ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഓരോ ടേംസിന്റെയും ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതണം? 4 × d/dt ഓഫ് t3 മൈനസ് 3 × d/dt ഓഫ് t2 പ്ലസ് 4 × d/dt ഓഫ് t പ്ലസ് d/dt ഓഫ് 5 അല്ലേ? ഓക്കെ, ഇതുവരെ ശരിയാണോ? ഇതുവരെ വളരെ വളരെ ശരിയാണ് സാർ. അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞേ. ശരി, ഇന്ന് 2 പേര് കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്തോ. ഓക്കെ, ശരിയാ. ദെൻ 4 അവിടെ തന്നെ നിർത്തി. ദെൻ ഇത് നമുക്ക് എങ്ങനെ കിട്ടും? 3t² മൈനസ് 3t പ്ലസ് 4 പ്ലസ് 0. ഇക്വേഷൻ നമ്പർ 3 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. കിട്ടിയോ? അല്ല, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു മിനിറ്റ്. ഇവിടെ 2 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2t ആണ്. ഇങ്ങനെ കിട്ടിയോ? ഓക്കെ, സ്റ്റെപ്പ് 3 ഇത് മാറ്റി എഴുതണോ? കാണുന്നില്ലേ? ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 × 2t കിട്ടിയോ? ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് 12t² മൈനസ് 6t പ്ലസ് 4 എന്ന് വരും. സ്റ്റെപ്പ് 4 കഴിഞ്ഞു. ഇതാണ് എന്ത്? നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. v = 12t² മൈനസ് 6t പ്ലസ് 4. ദെൻ പർട്ടിക്കുലർ ടൈം എത്ര? 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. 1 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ടിക്ക് എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം അല്ലേ? ഇക്വേഷൻ ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതാം. v = എന്ത് വരും? 12t² മൈനസ് 6t പ്ലസ് 4 അല്ലേ? ഇത് വരും. ടിക്ക് 1 ഇട്ട് കൊടുക്കുക. 12 × 1² മൈനസ് 6 × 1 പ്ലസ് 4. അപ്പോൾ 12 മൈനസ് 6 പ്ലസ് 4. ഓക്കെ, അപ്പൊ എത്ര വരും? 10 വരും. v = 10 വരും. ഓക്കെ, 10 മീറ്റർ പെർ സെക്കൻഡ്. സെറ്റ്. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? a = d/dt ഓഫ് v. d/dt ഓഫ് v. ഓക്കെ, വിന്റെ വാല്യൂ നമ്മൾക്ക് എത്ര കിട്ടിയേ? d/dt ഓഫ് 12t² മൈനസ് 6t പ്ലസ് 4. ഓക്കെ, അപ്പോ ഓരോ ടേംസിനെയും സെപ്പറേറ്റ്ലി എടുത്ത് ചെയ്യണം. 12 × d/dt ഓഫ് t². then minus 6 × d/dt of t plus d/dt of 4. Equation number 3. Equation number 3. Then എന്ത് കിട്ടും? 12 × 2t minus 6 plus 0. Equation number 4.
ദെൻ 24t അല്ലേ മൈനസ് 6. ഇതാണ് ആക്സിലറേഷൻ ഇക്വേഷൻ. ഓക്കെ, ആക്സിലറേഷൻ ഇക്വേഷൻ 24t മൈനസ് 6. പർട്ടിക്കുലർ ടൈം എത്ര പറഞ്ഞിരിക്കുന്നത് 1 ആണല്ലേ. അപ്പൊ ടിക്ക് പകരം 1 ഇട്ട് കൊടുക്കണം. ആക്സിലറേഷൻ ഇസിക്കൽ ടു 24 ഇൻറ്റു 1 മൈനസ് 6 എന്ന് പറയുന്നത് ഇസിക്കൽ ടു 18 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഓക്കെ, 18 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. നേരത്തെ നമ്മൾ നിജിലെ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിജിലെ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ചെയ്ത് തീർക്കാൻ പറഞ്ഞ ടൈമിനുള്ളിൽ അവനത് കമന്റ് ഇട്ടായിരുന്നു. ഇതിലെ ഇടുമ്പോൾ അതിന്റെ യൂണിറ്റും കൂടി ഇട്ടോളൂ. ഫിസിക്സിലെ യൂണിറ്റ് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ ഉള്ളത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. സെറ്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. 18 മീറ്റർ പെർ സെക്കൻഡ് അല്ല, സെക്കൻഡ് സ്ക്വയർ ആണ്. എങ്ങനെ വന്നു എന്നോ, ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a ഈസിക്കൽ ടു 24t മൈനസ് 6 എന്ന് വന്നു. ടീന്റെ സ്ഥാനത്ത് പർട്ടിക്കുലർ ടൈം 1 സെക്കൻഡിലെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 1 സെക്കൻഡിലെ ആക്സിലറേഷൻ. അപ്പോൾ ടിക്ക് പകരം 1 ഇട്ട് കൊടുത്തു. 24 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്? 24 തന്നെ. മൈനസ് 6 എന്ന് പറയുമ്പോൾ 18 കിട്ടും. ഓക്കെ, യെസ്. ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തരാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മൾ 2 എണ്ണം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണോ വൈഗ ചോദിച്ചത് ഞാൻ റേസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഒരു മിനിറ്റ് എല്ലാവരും എഴുതിയെടുത്തത്. ഇനി കുറച്ച് പേരോട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എല്ലാവരും എഴുതിയെടുത്തോളൂ. ഷിബിലി എവിടെടാ? ഷിബിലി അൺമ്യൂട്ട് ചെയ്തടാ. ബാക്കി എല്ലാവരും എഴുതിയെടുത്തേ. പിന്നെ എങ്ങോട്ട് എഴുതിട്ട് കിടക്കുന്നേ? തൊണ്ട വേന കുഴപ്പമില്ല, നീ ഒരു ഉത്തരം പറഞ്ഞിട്ട് തൊണ്ട അടച്ചു വെച്ചോ. എടാ, ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി നമുക്ക് എന്ത് തരും? എന്ത് കിട്ടും? ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? തൊണ്ട അടിച്ചു പോയോ നിന്റെ? എടാ ഉരിയാടടാ. ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ത് കിട്ടും? അറിയില്ല. നീ തൊണ്ടവേന എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വീട് മൊത്തം ഇങ്ങനെ ഓടിന്റെ ഇറക്കണ്ടായേ. അപ്പൊ നീ സംസാരിക്കൂലേ? ഓ ഭാഗ്യം, ഞാൻ സംസാരിക്കില്ലെന്ന് വെച്ചേ. ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ നീ. പിന്നെയും മ്യൂട്ടായി. നിങ്ങളെ മ്യൂട്ടാക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ ഞാനത് 3-4 തവണ നിങ്ങൾ കേട്ടല്ലോ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത ഇത് കിട്ടും, ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത ഇത് കിട്ടും എന്ന് ഞാൻ 3-4 തവണ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? കേട്ടായിരുന്നോ? എല്ലാവരോടാണ് ചോദ്യം. കേട്ടായിരുന്നോ നിങ്ങൾ? അത് പറയാണ്ടാണെന്ന് എനിക്ക് അറിയണല്ലോ. പറഞ്ഞില്ലെന്ന് പറഞ്ഞ റെക്കോർഡ് ക്ലാസ് ഉണ്ട് ഇവിടെ, എനിക്ക് എടുത്ത് കാണിച്ചു തരാം. പറഞ്ഞായിരുന്നോ ഇല്ലയോ? പറഞ്ഞായിരുന്നോ ഇല്ലയോ? പറഞ്ഞു. ആ സമയത്ത് നീ എവിടെയായിരുന്നടാ? എടാ, തൊണ്ടവേദന നീ വായക്കോടെയാണോ നീ കേൾക്കുന്നത്? ചെവിക്കോടെ അല്ലേ? ആ സമയത്ത് നീ അത് കേട്ടില്ല. തൊണ്ടവേദന ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം പോരെ നിനക്ക്. വേറെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ആണോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക്? തൊണ്ടവേദന സമ്മതിച്ചു. വേറെ തൊണ്ടവേദന എനിക്കും വരാറുണ്ട്. ഞാൻ പനിയുള്ളപ്പോൾ പോലും നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. തൊണ്ടവേദന വെച്ചിട്ടും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. നാക്ക് പൊട്ടി പഴുത്തിട്ട് ഞാൻ നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. വേദനയൊക്കെ എന്താണെന്ന് എനിക്കും അറിയാം. കേട്ടാൽ മാത്രം മതി. ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരുന്ന്
കേട്ടാൽ മാത്രം മതി. നീ നോട്ട് ചെയ്തെടുത്തോ? എഴുതിയെടുത്ത നോട്ട്സ് ഒന്ന് കാണിച്ചെന്നേ. ഇങ്ങനെയാണ്, ഇതാണ് പ്രശ്നം. നോട്ട്സ് എഴുതിയിട്ടിട്ടുണ്ട്, ഫ്രണ്ട് പേജ് മാത്രം പോരാ, ബാക്കിയും കൂടെ കാണിച്ചാ. മറച്ചേ ലാസ്റ്റത്തെ ഭാഗം കാണിച്ച്. ഓക്കെ, കംപ്ലീറ്റ് അല്ല. ഈ പ്രോബ്ലം ഒക്കെ ചെയ്ത് എവിടെയാ? ഓക്കെ, അന്നാ നീ എഴുതിയെടുത്ത ഭാഗത്തുനിന്ന് ചോദിക്കാം. തൊണ്ടവേന വരുന്നതിന് മുന്നുള്ള കാര്യം ചോദിക്കാം. വൺ ഡയമെൻഷണൽ മോഷൻ എന്താ? വൺ ഡയമെൻഷണൽ മോഷൻ എന്താ? അതിനെ നോട്ടിൽ കണ്ടായിരുന്നു. ആ സമയത്ത് നിനക്ക് തൊണ്ടവേന ഇല്ല. നിങ്ങളെല്ലാവരും കേട്ടതല്ലേ അവൻ പറഞ്ഞത്? എന്താ? അറിയില്ല. എന്താ? ഒരു സ്ഥലത്ത് സ്ട്രൈറ്റ് ലൈനില് പറയ്. ശരിയാണ്, പറഞ്ഞോ. കത്തിക്കൽ കഴിഞ്ഞ? നീ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ ട്രൈ ചെയ്തെടുക്കുക. സാന്ദ്ര ടീച്ചറെ, അവന്റെ നോട്ട് ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. ഓക്കെ, നോട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തോ നീ. ഓക്കെ, ദെൻ ശ്രീരാജ് അവിടെ? ശ്രീരാജ് ടി കെ അതല്ലേ? ആണെന്ന് തോന്നുന്നു. എടാ നീ പറഞ്ഞേ. ഡി ബൈ ഡി കേൾക്കുന്നുണ്ടോ? ഡി ബൈ ഡി ടി ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ത് കിട്ടും? ബുക്കിൽ നോക്കി പറയാനല്ല പറഞ്ഞത് നിങ്ങൾക്ക്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ത് തരും? എന്നാ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്താ? ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന എന്താ? ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്താ? ഡി ബൈ എക്സ് ബൈ ഡി. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ഈശ്വര? അവിടെ ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി എന്ന് പറയുന്നത് എന്താണ് തരുന്നത്? ചാർജാ. അത് ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പോയാ മക്കളെ സത്യം പറയാൻ ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ? എടാ നിനക്ക് വെലോസിറ്റിന്ന് കൂട്ടി വായിക്കാൻ അറിയാത്തതാണോ അതോ അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ നിനക്ക്? അക്ഷരങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ കൂട്ടി വായിക്കാൻ അറിയില്ല? പിന്നെന്താ അത്? പിന്നെ എന്താ? അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലേ?
വെലോസിറ്റി അത് ഞാൻ പറഞ്ഞ ശേഷം നീ പറഞ്ഞ ഈ ചെറിയ കാര്യം പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് പെടാപ്പാട് പെടും. അടുത്ത ഒരുത്തം കൊണ്ടില്ല, ആഗ്നസ്. ആഗ്നസ് എവിടെ? ഞാൻ ചോദിച്ചിട്ട് പോയാൽ മതി എല്ലാവരും. ആഗ്നസ് എവിടെ? ആഗ്നസ് എവിടെ? ആഗ്നസ് ഇല്ല. ഫവാസ് എവിടെ? ആഗ്നസ് ഉണ്ട്. ആഗ്നസേ, ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞേ, എന്താണ് പൊസിഷന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. വൺ ഡയമെൻഷണൽ മോഷൻ എന്താ? മോഷൻ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ. അപ്പൊ അറിയാം, പഠിക്കുന്നവർക്ക് പഠിക്കാം. ഓക്കെ, വെരി ഗുഡ് ആഗ്നസ്. ബാക്കി എല്ലാവരും എന്താണ്, എല്ലാവർക്കും ഇങ്ങനെ ഒരേപോലെ അല്ലേ പറഞ്ഞിരുന്ന? ആർക്കും പക്ഷഭേദം കാണിച്ച ഒരാൾക്ക് മാത്രം സെപ്പറേറ്റ് മാറ്റി കുത്തിരിച്ച് പറഞ്ഞിരുന്നല്ലോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞിരുന്നേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? അല്ലേ ഷാഹിദേ? അവൻ അടുത്ത ക്ലാസ് പിടിച്ചോ, അവൻ കാണാനില്ല. ദെൻ അനന്തകൃഷ്ണൻ. അവനെയും കാണാനില്ല. ഓക്കെ, ഈ ഹോംവർക്ക് ഇപ്പോ ഞാൻ അടുത്ത തവണ വരുമ്പോ ഈ ഹോംവർക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ, എടാ ഞാനിത് തമാശക്ക് പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ പേജ് നമ്പർ എണ്ണി കഴിഞ്ഞാൽ കൂടി 5 പേജ് 6 പേജ് അത് നിങ്ങൾ വലുതാക്കി എഴുതുകൊണ്ടായിരിക്കും. ചെറുതാക്കി എഴുതണമെങ്കിൽ 3 പേജ്. അതിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ളതല്ല, വായിച്ച് മനസ്സിലാക്കാനുള്ളതാ. എന്താന്ന് വായിച്ച് മനസ്സിലാക്കി മതി. കാണാപ്പാഠം പഠിച്ച ഒരു സ്ഥലത്ത് നിങ്ങൾ എഴുതണ്ട. ഒരു സ്ഥലത്ത് ഈ ഡെറിവേറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് 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 പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് നിങ്ങൾ 10ന് പ്ലസ് ടു നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓഫ്കോഴ്സ് പ്ലസ് ടു നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാനത് സത്യം പറയുന്നു, പ്ലസ് ടു നിങ്ങൾക്ക് എളുപ്പമാണ്. ഇപ്പോഴേ ഞാൻ ഉറപ്പിച്ചു വെച്ചു, പ്ലസ് ടു നിങ്ങൾക്ക് എളുപ്പമാണ്. പ്ലസ് വൺ നിങ്ങൾക്ക് എളുപ്പമല്ല. എളുപ്പമല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ. പ്ലസ് വൺ നിങ്ങൾക്ക് എളുപ്പമല്ല. ഓക്കെ, പ്ലസ് വൺ നിങ്ങൾക്ക് എളുപ്പമല്ല. പ്ലസ് ടു മാത്രമാണ് എളുപ്പം. അപ്പോൾ പ്ലസ് വൺ എന്ത് ചെയ്യണം? കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം. അഭിരാമിന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അഭിരാമ എവിടെ? അവൻ എന്താണ് മനസ്സിലാവാത്തത്? പോയോ? വന്നിട്ട് ചോദിക്കാം. ഓക്കെ, ഇത് ഞാൻ പറയുന്നേക്ക് വീണ്ടും ശ്രദ്ധിക്കുക. എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവായിക്ക് വരും. ഓഫ്കോഴ്സ് ഞാൻ അതുകൊണ്ട് കുറ്റം പറയില്ല. മനസ്സിലാവായിക്ക് വരും. കാരണം ഇതുവരെ പഠിച്ച രീതിക്കല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്തമാറ്റിക്സിൽ ഇതിലും വലുതായിരിക്കും. കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതും എളുപ്പമായിരിക്കും. പക്ഷേ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഈ 2 സംഭവങ്ങൾ, 2 സബ്ജക്റ്റും നിങ്ങൾ കുത്തിരുന്ന് തന്നെ പഠിക്കണം. വെറുതെ വായിച്ച് പഠിച്ച പോലെ ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവായിക്ക് വരും. ഓഫ്കോഴ്സ് മനസ്സിലാവായിക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവായിക്ക് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ച് തന്നെ പഠിക്കുക. കോമൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വൺ വേർഡ് പോലെ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്താ? അത് വെലോസിറ്റി ആണ്. ഡി ബൈ ഡി ടി ഓഫ് വി എന്താ? അത് ആക്സലറേഷൻ ആണ്. എങ്കിൽ മാത്രം അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ 2 പ്രോബ്ലം ചെയ്ത് തന്നിട്ടുണ്ട്. 2 പ്രോബ്ലം അതിന്റെ സെയിം പ്രോബ്ലം തന്നെയാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് ഹോംവർക്ക് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ചെയ്തു. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ബുക്കിൽ എല്ലാവരെയും കാണണം. എല്ലാവരെയും ഞാൻ വായിച്ചു നോക്കും. എല്ലാവരെയും ഞാൻ വിളിച്ചു നോക്കും. ഒരാൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ് മൊത്തം എൻ്റെ ക്ലാസ്സിനായിരിക്കും ഞാൻ ഇമ്പോസിഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് ബാക്കി എല്ലാവർക്കും പണി കൊടുക്കാതിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഓക്കെ ലീവ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.